എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗോക്കു ആണെങ്കിൽ ഇപ്പൊ തീരുമാനിച്ചുറപ്പിക്കും, ഒരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ പൂർവികർക്ക് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ. ഉറപ്പായാലും ഞാൻ ഇവരെ തോൽപ്പിക്കും. അത് കേട്ട് ഫ്രീസ അവനാണെങ്കിൽ കൂടുതൽ ടെൻസ്ഡ് ആവും. അവന്റെ പവർ ഉപയോഗിച്ച് ഗോകുവിനെ ആഞ്ഞടിക്കുകയാണ്. ഓറഞ്ചും പുറഞ്ചും അടിച്ച് അവനെ തെറിപ്പിക്കും. അതിനുശേഷം വീണ്ടും അവന്റെ മുൻപിലായിട്ട് ഒരു ദ്വാര ക്രിയേറ്റ് ചെയ്യും. ഗോഹാനാണെങ്കിൽ പിക്കലോട് പറയും, ഇനി എന്നെ കൊണ്ട് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല, എനിക്ക് എത്രയും വേഗം അച്ഛനെ സഹായിക്കണം. പിക്കലോ ആണെങ്കിൽ ഇപ്പൊ ഗോഹാനെ തടയും. നീ ഇപ്പൊ എടുത്തു ചാടി അവിടേക്ക് പോകാനായിട്ട് പാടില്ല. ആരും കരുതും പോലെ വിചാരിക്കും പോലെയല്ല. ഗോകു ഇപ്പോഴും അവന്റെ 100% പവർ അത് ഉപയോഗിച്ചിട്ടില്ല. അവന്റെ ഉള്ളിൽ അല്പം കൂടെ പവർ അത് അവശേഷിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് അവൻ എന്തിനാണ് ആ പവർ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ്. ഇവിടെ ഫ്രീസ ആണെങ്കിൽ വീണ്ടും ഗോകുവിനെ വെല്ലുവിളിക്കും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ അവന്റെ കൈകൾ പതിയെ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഫ്രീസയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നിനക്ക് എന്തു പറ്റി? വട്ടുണ്ടോ? വീണ്ടും വീണ്ടും എന്നെ തോൽപ്പിക്കാനായിട്ട് നീ ശ്രമിക്കുകയാണോ? നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. എത്രത്തോളം എന്നോട് മത്സരിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നിന്റെ വേദനയും പരാജയവും കൂടുക മാത്രമേ ഉള്ളൂ. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിന്റെ കൈ ഉയർത്തലിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കും. ഓ നോ, അത് സ്പീഡ് ബോംബാണ്. കിങ്കായ് അദ്ദേഹത്തിന് മുൻപിൽ ഗോകു ട്രെയിനിങ് എടുത്ത് ഡെവലപ്പ് ചെയ്ത ഒരു പവറാണത്. കിങ്കായുടെ ഒരു സ്പെഷ്യൽ ടെക്നിക്കാണത്. അതായത് ചുറ്റുമുള്ള സസ്യങ്ങളിൽ നിന്നും മരങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും കടലിൽ നിന്നും സൂര്യനിൽ നിന്നും അങ്ങനെ ചുറ്റുമുള്ള എല്ലാത്തിൽ നിന്നും പ്രത്യേകമുള്ള പവർ അത് അബ്സോർബ് ചെയ്ത് വലിയൊരു പവർ ബോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗോകു ആ ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ചുറ്റുമുള്ള എല്ലായിടത്തു നിന്നും അവൻ പവർ അബ്സോർബ് ചെയ്യുകയാണ്. ഈ നാമഗ്രഹത്തിൽ നിന്ന് പോലും അവൻ പവർ അബ്സോർബ് ചെയ്തെടുക്കും. മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുത്ത ആ പവർ അതൊരു സ്പിരിറ്റ് ബോളാക്കി മാറ്റി ഇപ്പോൾ അവന് നേരെ ആഞ്ഞടിച്ച് അവനെ തകർത്ത് കളയും. അതാണ് ഇപ്പോൾ ഗോകുവിന്റെ ലക്ഷ്യം. സോ അവനെ കൊണ്ടത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ ഫ്രീസയെ തോൽപ്പിക്കാൻ പറ്റും. ഇതിലൊക്കെ ആണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. വാവ്, സത്യത്തിൽ കിങ്കായി കുശുംബനാണ്. ഈ ഒരു ടെക്നിക് എനിക്ക് പറഞ്ഞു തന്നില്ല, ഗോകുവിന് പറഞ്ഞു കൊടുത്തു. കുഴപ്പമില്ല, അവൻ ആ ടെക്നിക്ക് കൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കട്ടെ. പഹാനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി മുട്ടപ്പനോട് ചോദിക്കും, ഈ ഒരു ഗ്രഹത്തിൽ എവിടെ നിന്ന് എനർജി കിട്ടാനാണ്? അതിന് മുട്ടപ്പൻ പറയും, അതൊന്നും എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും അവൻ എനർജി കണ്ടെത്തും. അസയ്ക്കാണെങ്കിൽ ഗോകുവിന്റെ ആ പോസ് ഒക്കെ കണ്ട് ഒരുപാട് തമാശയായിരിക്കും തോന്നുക. നിന്റെ ഈ കോമഡി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനിയെങ്കിലും മരണത്തിന് കീഴടങ്ങാൻ നീ തയ്യാറാവൂ. പക്ഷെ അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ അവന്റെ കൈകൾ ശക്തിയായി മുകളിലേക്ക് ഉയർത്തി നാമഗ്രഹത്തിനോട് പറയും, ഈ നാമഗ്രഹത്തിനെ രക്ഷിക്കാൻ, അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പവർ അത് ആവശ്യമാണ്. ആ പവർ കിട്ടിക്കഴിഞ്ഞാൽ അതുപയോഗിച്ച് ഫ്രീസയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ പവർ അത് എത്ര ചെറുതാണെങ്കിലും എനിക്ക് തരണം. ഗോകു അത് പറയേണ്ട താമസം എല്ലാ ഭാഗത്തു നിന്നും പവറുകൾ അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത് വരാനായിട്ട് തുടങ്ങും. ഇവിടെ വെള്ളമാണെങ്കിൽ മുകളിലേക്ക് ഉയരുകയാണ്. ആ ഫ്രീസയാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, നീ എന്തായി ചെയ്യണേ? ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ ഇപ്പൊ തന്നെ നീ അവസാനിപ്പിക്കുക, ഇതുകൊണ്ടൊന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഗോകുവിന്റെ പ്രയത്നം അത് വെറുതെ ആവില്ല. ഇപ്പൊ വലിയൊരു സ്പിരിറ്റ് ബോംബ് അവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയാണ്. നാമഗ്രഹത്തിൽ നിന്ന് പുറത്തുനിന്ന് പോലും അവന് പവറുകൾ വന്നു ചേരും. ഇവിടെ ഗോഹാനും മൊട്ടപ്പനും വണ്ടറടിക്കും. വലിയൊരു പവർ അതെനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നു. പിക്കലുമാണെങ്കിൽ ദൂരേക്ക് നോക്കി അതെന്താണ് ചോദിക്കും. അതിന് മൊട്ടപ്പൻ പറയും, അത് സ്പിരിറ്റ് ബോംബാണ്. പക്ഷെ ഇത്രയും വലുതൊന്ന് ഗോകുവിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതിന് ഈ നാമഗ്രഹം പോലും വിഴുങ്ങാനുള്ള പവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഗോകു ആണെങ്കിൽ അവന്റെ ഫുൾ എഫേർട്ട് കൊടുത്ത് സ്പിരിറ്റ് ബോംബിനെ പതിയെ പതിയെ താഴേക്ക് കൊണ്ടുവരികയാണ്. ശ്വാസം മുറുക്കെ പിടിച്ച് പവർ കൺട്രോൾ ചെയ്തായിരിക്കും അവരതിനെ കൊണ്ടുവരിക. ഒട്ടപ്പനാണെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ബോംബ് അത് കണ്ട് തീർത്തു പറയും, ഈ നാമഗ്രഹത്തിൽ ഇത്രയധികം പവർ കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല. എന്റെ ഗസ് ശരിയാണെങ്കിൽ അവൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ പവർ എടുത്തിരിക്കുകയാണ്. അത്രയും പവർ ഗോകുവിനെ കൊണ്ട് ഒരുമിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. പിക്കലോ ആണെങ്കിൽ വണ്ടറടിക്കും. ഗോകു ചെയ്യുന്നത് വളരെയധികം അത്ഭുതമേറിയ കാര്യങ്ങൾ തന്നെയാണ്. സത്യത്തിൽ ഫ്രീസയ്ക്ക് ഇപ്പോഴും എന്താ നടക്കണമെന്ന് മനസ്സിലായിട്ടില്ല. അവ കൺഫ്യൂസ്ഡ് ആണ്. ഒരു കാര്യം മുട്ടപ്പനാണെങ്കിൽ അടിച്ചു പറയും, ആക്ച്വലി ഗോകുവിന് ഇതല്ലാതെ മറ്റെന്തോ ഒരു പോംവഴി കൂടെ അറിയാം. ഉപയോഗിച്ച് ഫ്രീസയെ തകർക്കാനാണ് ഗോകു ആഗ്രഹിക്കുന്നത്. പക്ഷെ അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഗോഹാനാണെങ്കിൽ വിളിച്ചു പറയും, അച്ഛാ ഇനിയും വെയിറ്റ് ചെയ്യരുത്, അവനെ തീർക്ക്. ഇവിടെ ഗോകു ശ്വാസം മുറുക്കെ പിടിച്ച് ഇനി അധിക സമയമില്ല, എത്രയും വേഗം ഇത് തീരും. ഈ ഒരവസ്ഥയിൽ മുഴുവൻ ശക്തിയും സംഭരിക്കുന്നത് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു കാരണവശാലും ഫ്രീസി അത് മനസ്സിലാക്കാൻ പാടില്ല എന്ന് ഗോകു മനസ്സിൽ ഉറപ്പിക്കും. അതേസമയം ഫ്രീസി ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഒരുപാട് നേരമായി വെറുതെ പോസ് കൊടുത്ത് സമയം കളയുന്നു. നീ എന്താണ് ശ്രമിക്കുന്നത്? എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് വളരെ വേഗം ചെയ്. അതല്ല നീ കീഴടങ്ങാനാണ് കൈ ഉയർത്തി നിൽക്കുന്നതെങ്കിൽ എത്രയും വേഗം ഞാൻ നിന്നെ തോൽപ്പിക്കാം. ഫ്രീസയ്ക്കാണെങ്കിൽ അവനെ ക്ഷമ നശിക്കുകയാണ്. എനിക്ക് നീ നോക്കി നിൽക്കാനായിട്ടാവില്ല. നീ ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ ഞാൻ നിന്നെ പഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വരും. ഗോകു ആണെങ്കിൽ ഫ്രീസയോട് അല്പം വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. ഒരല്പം കൂടെ നീ ക്ഷമിക്ക്, എനിക്ക് ചെയ്യാനുള്ള എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് ഫ്രീസി ആണെങ്കിൽ ശ്രമിക്കാതെ ഇപ്പോൾ ഗോകുവിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഗോകു ആണെങ്കിൽ തെറിച്ചു പോയി അടിച്ചു വീഴും.
എൻ്റെ പഞ്ച് കാരണം നിന്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോയല്ലേ, കുഴപ്പമില്ല, നീ വീണ്ടും വീണ്ടും ശ്രമിക്കുക, ചിലപ്പോൾ സക്സസ് ആയിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോകുവിനെ കളിയാക്കും. ഗോകു ആണെങ്കിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ വീണ്ടും അവൻ്റെ കൈകൾ അങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കും. ഫ്രീസി ആണെങ്കിൽ അടുത്തേക്ക് വന്ന് അവനെ ആഞ്ഞടിക്കുകയാണ്. ഗോകു അതെല്ലാം സഹിച്ച് അവനോട് പറയും, നിനക്കൊരല്പം പോലും ക്ഷമയില്ല അല്ലേ, ഒരു നല്ല ഫൈറ്റിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, അല്പം കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആവും, ഇത് അധിക സമയം എടുക്കില്ല. ആണെങ്കിൽ അത് കേട്ട് തലയ്ക്ക് കൈ കൊടുക്കും. എന്നെ കൊണ്ട് പറ്റില്ല ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട്, ഇത് എൻ്റെ ആണ്, എനിക്ക് ഇതിപ്പോൾ തന്നെ ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അടിക്കും. അതേസമയം ഇവിടെ ഗോഹാനും മൊട്ടപ്പനും രണ്ടുപേരും പരസ്പരം പറയും, അച്ഛനത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഫ്രീസെ അവനെ ഡൈവേർട്ട് ചെയ്തേ പറ്റൂ, ഇതാണ് നമ്മുടെ സമയം, നമ്മൾ എത്രയും വേഗം അവിടേക്ക് പോയി അവനെ ഡൈവേർട്ട് ചെയ്യണം, നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എത്രയും വേഗം പോകണമെന്ന് പറയും. അടുത്ത നിമിഷം പിക്കലോ ആണെങ്കിൽ അവരെ രണ്ടുപേരെയും തടയും. ഗോകുവിൻ്റെ പ്രോസസ്സ് അത് കംപ്ലീറ്റ് ആവണം, നിങ്ങൾ അവിടേക്ക് പോയാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല, സോ നിങ്ങളുടെ പവർ അത് എനിക്കിതായോ, ആ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രീസെ തടയാം, വേറെ വഴിയില്ലാതെ അവർ രണ്ടുപേരും മനസ്സോടുകൂടെ അവരുടെ പവർ അതാണെങ്കിൽ ഇപ്പോൾ പിക്കലോയ്ക്ക് കൊടുക്കാനായിട്ട് തുടങ്ങും. അവൻ ആ പവർ മുഴുവൻ അവൻ്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അവനാണെങ്കിൽ വീണ്ടും ഇവിടെ ഗോകുവിനെ ആഞ്ഞെട്ടിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഇടികൊണ്ട് തെറിച്ചു പോയി വെള്ളത്തിൽ വീഴും. ഫ്രീസി ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരും, നീ വീണ്ടും വീണ്ടും എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, നീ അവസാനത്തെ സയാനാണ്, നിന്നെ ഇല്ലാതാക്കിയ എല്ലാം കഴിഞ്ഞു, പിന്നെ സൂപ്പർ സയാൻ എന്നൊന്നിനെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ ഹായായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നദിയിൽ ആ ഒരു പവർ ബോൾ കാണുക. അവനാണെങ്കിൽ അത് കണ്ട് ഞെട്ടും, ഓനോ ഇങ്ങനെയൊന്ന് എൻ്റെ തലയ്ക്ക് മുകളിലുള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, അപ്പോൾ ഇതിനാണ് ഇത്രയും നേരവും കൈ ഉയർത്തിപ്പിടിച്ച് നിന്നത്, ഇതുപയോഗിച്ച് എന്നെ തകർക്കാനാണല്ലേ നീ പ്ലാൻ ചെയ്തത്. ഇവിടെ ഗോകുവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓനോ അവനെൻ്റെ പ്ലാൻ അത് കണ്ടുപിടിച്ചു, എന്നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. തീർച്ചയായിട്ടും അവനതിന് പ്രതിബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഉടനെ ആ ഫ്രീസി ആണെങ്കിൽ ഇപ്പോൾ ഗോകുവിന് നേരെ കൈ നീട്ടും, നീ എന്നെ തകർക്കാൻ ശ്രമിക്കുകയാണല്ലേ, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറയും. ആ സമയം പിക്കലോ ആണെങ്കിൽ ഇപ്പോൾ മൊട്ടപ്പനോടും ഗോഹാനോടും പറയും, മതി, എതിർക്കാനുള്ള തൽക്കാലത്തേക്കുള്ള പവർ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരല്പം പവർ നിങ്ങൾക്ക് ആവശ്യമാണ്, ഒരു കാരണവശാലും ചെയ്യാൻ പോകുന്ന ഫൈറ്റിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ വരാനായിട്ട് പാടില്ല, ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ പവർ കുറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് പിക്കലോ ആണെങ്കിൽ അവിടേക്ക് ഫ്ലൈ ചെയ്യും. ഇവിടെ ആ ഫ്രീസ ആണെങ്കിൽ കൈ നീട്ടി ഗോകുവിനെയും ആ പവറിനെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം നമ്മുടെ പിക്കലോ അവൻ ചാടി വീണ് ആ ഫ്രീസയെ ചവിട്ടി തെറിപ്പിക്കും. ഫ്രീസ ആണെങ്കിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് അത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല, അവൻ അറ്റാക്ക് കിട്ടി തെറിച്ചു പോവാണ്. ഗോകു ആണെങ്കിൽ ഇപ്പോൾ പിക്കലോട് താങ്ക്സ് പറയും, താങ്ക് യു, ഇതൊരിക്കലും ഞാൻ മറക്കില്ല. അതിന് പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇത് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യും. ഫ്രീസയ്ക്ക് ആണെങ്കിൽ ഭയങ്കര ഷോക്ക്, ഓ നോ, ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ആ ഒരു നമുക്കേനെ അവനെ ഞാൻ കൊന്നതല്ലേ, എന്നിട്ട് വീണ്ടും അവൻ തിരികെ വന്നോ. ആ കാക്കറോട്ട് അവൻ ആ ഒരു മാസി പവർ ക്രിയേറ്റ് ആക്കുകയാണ്. ഇത്രയും വലിയൊരു മാസി പവർ അതെങ്ങനെ അവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പവർ കണ്ടിട്ടില്ല, എത്രയും വേഗം അവരെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ അവരെനിക്ക് വലിയ വെല്ലുവിളിയായി തീരും. ഇവിടെ പിക്കലോ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ആ ഫ്രീസ അവൻ രണ്ടും കൽപ്പിച്ചാണ്, ഏത് നിമിഷം വേണമെങ്കിലും അവൻ നമുക്കെതിരായിട്ട് ചാടി വീഴാം, സോ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിനക്ക് എത്ര സമയം ആവശ്യമാണ്. അതിന് ഗോകു പറയും, പിക്കലോ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, എനിക്ക് അല്പസമയം കൂടെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമാണ്. പിക്കലോയ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടി വരും. അവൻ ഗോകുവിനോട് അതെങ്ങനെയെങ്കിലും സ്പീഡപ്പ് ആക്കാനായിട്ട് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ ഇപ്പോഴും പ്രപഞ്ചത്തിൽ നിന്ന് ശക്തി അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫ്രീസി ആണെങ്കിൽ പിക്കലോട് അടുത്തേക്ക് വരും. പിക്കലോ ആണെങ്കിൽ രണ്ടാമതും ചിന്തിക്കാതെ അവൻ്റെ പവർ ഫ്രീസയ്ക്ക് നേരെ ആഞ്ഞടിപ്പിക്കും. ഫ്രീസയ്ക്കാണെങ്കിൽ അതിൽ യാതൊരു പോറൽ പോലും ഏൽക്കില്ല. നിർത്താതെ പിക്കലോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ അറ്റാക്ക് ചെയ്ത് വലിയൊരു പൊട്ടിത്തെറി ക്രിയേറ്റ് ചെയ്യും. പിക്കലോ ആണെങ്കിൽ അത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും അവനൊരു പോറൽ പോലും പറ്റാതെ ഹായായിട്ട് നിൽക്കും. അവനാണെങ്കിൽ പിക്കലോടെ തൊട്ട് പുറകിൽ വന്ന് അവൻ്റെ കയ്യിൽ അങ്ങനെ കൈവച്ച് അമർത്തി പിടിച്ചു വലിച്ച് അവനെ ആഞ്ഞെട്ടിച്ച് അങ്ങനെ തകർത്ത് താഴേക്ക് ഇടുകയാണ്. പിക്കലോ ആണെങ്കിൽ ഗോകുവിനെ നോക്കും, ഞാൻ എൻ്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇപ്പോഴെങ്കിലും അത് കംപ്ലീറ്റ് ആയെന്ന് നീ ഒന്ന് പറ. അതിന് ഗോകു പറയും, എന്നോട് ക്ഷമിക്കണം, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്താൽ അവന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാനിത് വേസ്റ്റ് ചെയ്യാത്തത്. ആണെങ്കിൽ വീണ്ടും പിക്കലോട് അടുത്തേക്ക് വരും. അതിനുശേഷം ഗോകുവിനെ തിരിഞ്ഞു നോക്കും, ഓ ഞാൻ നിൻ്റെ കാര്യം വിട്ടുപോയി, ഇടയ്ക്ക് ഇവൻ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിൻ്റെ കാര്യം മറന്നുപോയി, പക്ഷെ കുഴപ്പമില്ല, ഇവൻ്റെ കഥ കഴിച്ച് നിൻ്റെ കഥയെ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് പിക്കലോയ്ക്ക് നേരെ അവൻ കൈ നീട്ടുന്നതോട് കൂടെ എപ്പിസോഡും അവസാനിക്കുന്നു.